നായർ ചെന്നിത്തലയെ ഉയർത്തി കാണിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സോണി കല്ലറയ്ക്കൽ എന്ന മാധ്യമപ്രവർത്തകൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, ഞാൻ ഈ പറഞ്ഞ വിഷയം കേട്ടല്ലോ. ഇപ്പം ഇതിനകത്ത് ജി സുകുമാരൻ നായരുടെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്നാണ് സോണി കരുതുന്നത്? അതായത് ഒരു കാലത്ത് ജി സുകുമാരൻ നായർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയോട്. അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാനായിട്ട് ജി സുകുമാരൻ നായർ ആത്മാർത്ഥമായി രംഗത്ത് വന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇനിയുള്ള കാലം രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല എന്നുള്ള ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയും സുകുമാരൻ നായർ തന്നെയാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ താക്കോൽ സ്ഥാനം നായർ സമുദായത്തിന് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കൂടി പകരം മറ്റൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് ചിന്ത സുകുമാരൻ നായരെ ഭരിക്കുന്നുണ്ട്. അത് തൻ്റെ അക്കൗണ്ടിൽ കൂടി ആകണമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള കളിയാണ് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി ഇപ്പോൾ സുകുമാരൻ നായർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് പകരം പിന്നെ ആരെയായിരിക്കും, കെ മുരളീധരനെ ആയിരിക്കുമോ, ആരെയായിരിക്കും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം? അല്ല, നായർ സമുദായത്തിൽപ്പെട്ട ഒരു നല്ലൊരു ശതമാനം ഇപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സ്ഥിതിയിൽ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും മുഖ്യമന്ത്രിയാകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. ഇപ്പം നായർ സമുദായത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നായരാണ്. അതുപോലെ തന്നെ മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ നായരാണ്. ഇന്നത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നായരാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇവരെല്ലാവരും നായന്മാരാണ്. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരിക. അപ്പോൾ അത് മാത്രമല്ല, അതായത് താക്കോൽ സ്ഥാനത്തിന് താക്കോൽ തൻ്റെ കയ്യിൽ തരുന്ന ഒരാളെ വേണം മുഖ്യമന്ത്രിയായി വരാനെന്നും സുകുമാരൻ നായർ ആഗ്രഹിക്കുന്നുണ്ട്. അത് സതീശനാകണമെന്നോ കെ മുരളീധരനാകണമെന്നോ ആയിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുക. KC വേണുഗോപാൽ തന്നെ ആകണം എന്ന് ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലിന്റെ കാര്യം പറയുമ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴ ഇലക്ഷനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും NSS അത്രമാത്രം KC വേണുഗോപാലിനെ സഹായിച്ചതായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു താല്പര്യം KC വേണുഗോപാലിനോട് ജി സുകുമാരൻ നായർക്കുണ്ടോ? അതായത് KC വേണുഗോപാലിനെ സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. KC വേണുഗോപാലിനെ എതിർത്തിട്ടുമില്ലല്ലോ. അതാണ് ഒരു കാലത്ത് KC വേണുഗോപാലിനെ വ്യക്തമായി എതിർത്തിരുന്ന ആളാണ് ജി സുകുമാരൻ നായർ. അന്ന് ഏറ്റവും അധികം അടുപ്പക്കാരൻ രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനാണ് ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തെ സംസ്ഥാന മന്ത്രിയാക്കി കൊണ്ടിരുന്നത് തന്നെ രമേശ് ചെന്നിത്തലയാണ്. അതായത് ഐ ഗ്രൂപ്പ് വളർന്ന് തിരുത്തൽവാദ രൂപപ്പെടുമ്പോൾ രമേശ് ചെന്നിത്തലയുടെയും ജി കാർത്തികേയൻ്റെയും കൂടെ നിന്നവരാണ് VD സതീശനും KC വേണുഗോപാലും ഒക്കെ. അപ്പം രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൽ വന്നയാളാണ് KC വേണുഗോപാൽ. നേരെ മറിച്ച് ജി കാർത്തികേയൻ പിന്തുണച്ചത് VD സതീശനെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഇഷ്ടക്കേട് VD സതീശന് രമേശ് ചെന്നിത്തലയോട് ഉണ്ട്. അതാണ് ഇപ്പം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നും ജി സുകുമാരനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളാരാണോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരിക്കും ഇനി ജി സുകുമാരൻ നായർ എടുക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് NSSന്റെ ആളായിട്ട് ആര് വരണം, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ പകരം വരാൻ ആഗ്രഹിക്കുന്നത് KC വേണുഗോപാൽ തന്നെയായിരിക്കും. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തന്നെയായിരിക്കും ജി സുകുമാരൻ നായർ ഇഷ്ടപ്പെടുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു താല്പര്യത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തലയിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് KC വേണുഗോപാലിന് സോണി നൽകുന്നത്? സോണിയുടെ മൈൻഡിൽ എന്ത് പ്രത്യേകതയാണ് തോന്നുന്നത്? രമേശ് ചെന്നിത്തല ആകുന്നതുകൊണ്ട് KC വേണുഗോപാൽ ആകുന്നത് കൊണ്ടും എന്ത് വ്യത്യാസമാണ് സത്യത്തിൽ സോണിക്ക് തോന്നുന്നത്? കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു കാലത്ത് ഈ NSSനോട് വളരെയേറെ പ്രതിപത്തി ഉണ്ടായിരുന്നു. കാരണം ഹൈന്ദവ സമുദായത്തിൽ UDF ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് NS സമുദായ അംഗങ്ങളാണ്. കാരണം SNDPയുടെ നല്ലൊരു ശതമാനം വോട്ട് LDF കിട്ടുമെന്നുള്ള ധാരണ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. കാരണം രമേശ് ചെന്നിത്തലയുടെ KPCC പ്രസിഡന്റ് സ്ഥാനം വളരെ മികച്ച പ്രവർത്തനമാണ് നടന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്റണി മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വരുന്നത്. അപ്പം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് BS അച്യുതാനന്ദനും മാറി ഉമ്മൻചാണ്ടി ന്യൂനപക്ഷ സർക്കാരിൽ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ 72 MLA അധികാരം ഏറ്റെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു KPCC പ്രസിഡന്റ്. അപ്പോൾ സുകുമാരൻ നായർ ആഗ്രഹിച്ചത് താക്കോൽ സ്ഥാനം NSSന് കിട്ടണമെന്നുള്ളതായിരുന്നു. ഇപ്പൊ സുകുമാരൻ നായർ ചിന്തിച്ചത് ഉമ്മൻചാണ്ടി ഇത്ര ജനകീയനായ ഉമ്മൻചാണ്ടി വേണ്ട മുഖ്യമന്ത്രി സ്ഥാനത്ത്, തന്റെ സ്വസമുദായത്തിൽപ്പെട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് അന്നൊക്കെ സുകുമാരൻ നായർ കളിച്ചത്. അങ്ങനെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച്
മുഖ്യമന്ത്രി ഒരു തർക്കം വരുന്നതും ഉമ്മൻചാണ്ടിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കം വരുന്നതും ഒരു പകുതി സമയമെങ്കിലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ഒരു ചർച്ച വരുന്നതും ഒക്കെ. പക്ഷെ അത് നടക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ആണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ആഭ്യന്തരമന്ത്രിയാവുന്നത്. അത് കഴിഞ്ഞത് അവിടെ സംഭവിച്ചൊക്കെ അറിയാം. അങ്ങനെ പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയെ മാറ്റി ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്നും അല്ലെങ്കിൽ പിന്നത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്നാണ് ജി സുകുമാരൻ നായർ ചിന്തിച്ചത്. അങ്ങനെയാണ് നമ്മൾ അറിയാം ബാർക്കോഴ വരുന്നതും സരിതാ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഉൾപ്പെടുന്നതും ഒക്കെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ്. അപ്പം ആ ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. അന്ന് അന്ധമായ ഒരു രമേശ് ചെന്നിത്തലയുടെ ആരാധകനായിരുന്നു ജി സുകുമാരൻ നായർ. പക്ഷേ സ്ഥിതി ഇന്ന് അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല ഇന്ന് കോൺഗ്രസിൽ ഹൈക്കമാൻഡിലും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും VD സതീശനെക്കാട്ടിലും പിന്നിലാണെന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കി വരുന്നു. രമേശ് ചെന്നിത്തല ശിഷ്യനായ KC വേണുഗോപാൽ ഇന്ന് ബഹുദൂരം മുന്നിലാണ്. രാഹുൽ ഗാന്ധി ഒന്ന് അനക്കണമെങ്കിൽ പോലും KC വേണുഗോപാൽ സംസാരിക്കണമെന്ന രീതിയിലായിരിക്കുന്നു. അതാണ് ഇപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ബുദ്ധിയോ കുറവോ ഒന്നും ജി സുകുമാരൻ നായർക്ക് ഇല്ലാത്ത ആളൊന്നുമല്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സുകുമാരൻ നായർക്ക് അറിയാം ഈ അധികാരം കിട്ടി UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയാൽ UDF അധികാരം കിട്ടിയാൽ 3-4 NSSൽ പെട്ട 3-4 നേതാക്കന്മാർ മുഖ്യമന്ത്രി കുപ്പായത്തിന് തയ്യാറെടുത്ത് നിൽപ്പുണ്ടെന്നും പക്ഷെ എന്നാൽ പോലും തനിക്ക് താല്പര്യപ്പെട്ട ഒരാൾ വരുന്നതായിരിക്കും തന്റെ സമുദായത്തിന് തനിക്കും നല്ലതെന്നും ജി സുകുമാരൻ നായർ ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കളിയാണ് ഇപ്പോൾ സുകുമാരൻ നായർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിയായിട്ട് ഈ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവരിൽ ആരുടെ പ്രകടനമാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിട്ട് സോണിക്ക് തോന്നിയിട്ടുള്ളത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയെക്കാട്ടി തന്നെ സീനിയർ നേതാവാണ്. അദ്ദേഹം NSSൽ പെട്ടയാളാണ്. എങ്കിലും സുകുമാരൻ നായർക്ക് അദ്ദേഹത്തോട് പഥ്യമല്ലായിരുന്നു. കാരണം സുകുമാരൻ നായർ ആഗ്രഹിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളല്ലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തള്ളിപ്പറയാൻ സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2 ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒന്ന് രമേശ് ചെന്നിത്തലയുമായിരുന്നു. പകുതി സമയം കുറച്ചു കാലം രമേശ് ചെന്നിത്തലയും ആദ്യകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. എന്നാൽ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അഭിപ്രായം ഉണ്ടായിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ അറിയാം. അന്ന് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്ത നിലപാട് പൊതുസമൂഹത്തിൽ വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. അപ്പം ആ ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റിക്കൊണ്ടാണ് NSSനെ തൃപ്തിപ്പെടുത്താനായിട്ട് രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ റവന്യൂ വകുപ്പിലേക്ക് മാറ്റി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ മുറുമുറുപ്പ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രകടിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും കണ്ണടച്ച് പറയാൻ പറ്റും രമേശ് ചെന്നിത്തല അല്ലായിരുന്നു, ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എന്ന്. രമേശ് ചെന്നിത്തല വന്നു കഴിഞ്ഞതിൽ പിന്നെയാണ് ഈ ബാർക്കോഴയും സരിത വിഷയമൊക്കെ ഉരുത്തിരിയുന്നത്. തുടർഭരണം ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടേണ്ടിയിരുന്ന സമയത്തായിരുന്നു വന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് രണ്ടാമത് അധികാരത്തിൽ എത്താൻ പറ്റാതെ വന്നത്. ശേഷം പ്രതിപക്ഷ നേതാവിന് വേണ്ടിയുള്ള ഒരു ശ്രമമായി സുകുമാരൻ നായർ കളിച്ചത്. അങ്ങനെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വരുന്നു. അതാണ് അന്നുണ്ടായ സ്ഥിതി. അപ്പൊ ശരിയായിട്ടും ഈ സുകുമാരൻ നായർ ഇപ്പം നോക്കുന്നത് ആരാണോ സാധ്യത ഒരു 80% ഉള്ളത് അവരോടൊപ്പം നിൽക്കുക, 60% ഉള്ള ആളിനെ പതുക്കെ അങ്ങ് മാറ്റി നിർത്തുക, അങ്ങനെ 80% ഉള്ള ആളിന് 20% മാർക്ക് കൂടെ കൊടുത്ത് ആ കസേരയിൽ ഇരുത്തുക എന്നുള്ള രീതി തന്നെയാണോ ഇപ്പോൾ ഇദ്ദേഹം നിലപാടെടുക്കാൻ പോകുന്നത്? അതായത് നമ്മുടെ കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും നമ്മളൊന്ന് കണ്ടതാണ്. ഒരു UDF ഒരു സമയത്ത് 5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ തവണ LDF ആയിരിക്കും ഭരിക്കുക. ആ ഒരു കാഴ്ചപ്പാടിലാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് വരുന്ന തെരഞ്ഞെടുപ്പിലും ഇവിടെ സംഭവിക്കാനിരിക്കുന്നതെന്ന് UDF നേതാക്കന്മാർ കണ്ടിരുന്നത്. അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി ഇരുന്നുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിന്നീട് UDF അധികാരത്തിൽ എത്തുമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നും രമേശ് സ്വപ്നം കണ്ടു, ജി സുകുമാരൻ നായർ സ്വപ്നം കണ്ടു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു തുടർഭരണം പിണറായി വിജയന് കിട്ടുന്നത്. ഇത് ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ഷോക്കായി പോയി. രമേശ് ചെന്നിത്തലയുടെ ഇമേജ് തന്നെ സമൂഹത്തിൽ താന്നുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വേറൊരു പ്രതിപക്ഷ നേതാവിനും ഇല്ലാത്തൊരു നിർഭാഗ്യം കേടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായത്. അതായത് താൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് നടന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴത്തേക്കിന്
അദ്ദേഹത്തിന് തിരിച്ച് ആ ഭരണം കൊണ്ടുവരാൻ പറ്റിയില്ല. അത് രമേശ് ചെന്നിത്തലയുടെ ഒരു വീഴ്ച തന്നെയായിരുന്നു. നേരെ മറിച്ച് രമേശ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞ് തിരിച്ച് UDF അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയാകുമായിരുന്നു. അത് യാതൊരു തർക്കമില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഒന്നും അദ്ദേഹത്തിന് തടസ്സമാകില്ലായിരുന്നു. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. ആ ഒരു സ്ഥാനം ഇനിയിപ്പം ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഉണ്ടാകാൻ ഇനിയില്ല. ഇനിയിപ്പം നാളുകളിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതുവരെയുള്ള കാലത്ത് രമേശ് ചെന്നിത്തലയുടെ സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് UDFന് അധികാരം കിട്ടാതെ വന്നൊരു കാലം ഉണ്ടായിട്ടുള്ളത്. കരുണാകരന്റെ കാലത്തായാലും ആന്റണിയുടെ കാലത്തായാലും ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡിലും പ്രതി ജനങ്ങളുടെ ഇടയിലും ഒരു മോശം ഇമേജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതും ഇന്ന് ജി സുകുമാരൻ നായരെ പോലുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് കെ മുരളീധരനാകുന്നില്ല ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? NSSന്റെ പ്രിയപ്പെട്ടവനായിട്ട് എന്തുകൊണ്ട് കെ മുരളീധരനെ പ്രതിഷ്ഠിക്കുന്നില്ല? അല്ല, മികച്ച ഒരു KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പേരെടുത്ത ഒരാളാണ് കെ മുരളീധരൻ. കാരണം അതായത് എതിരാളികൾ പോലും സമ്മതിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല KPC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ തന്നെയാണെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ കെ കരുണാകരനും കെ മുരളീധരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമുദായത്തോടും ഒരു അടുപ്പം സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ NSSനോട് ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടോ അല്ലെ അവരുടെ ആളായിട്ട് ഒരു മുഖ്യമന്ത്രി ആകാനോ ഒരിക്കലും കരുണാകരനോ കെ മുരളീധരനോ ശ്രമിച്ചിട്ടില്ല. അതായത് കരുണാകരൻ കോൺഗ്രസ് വിട്ട് DAC രൂപീകരിക്കുമ്പോൾ പോലും NSSന്റെ പിന്തുണ നേടാനായിട്ട് അവർ പോയിട്ടില്ല. ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളൂ. ഇപ്പം SNDP ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും. അതായത് കെ മുരളീധരൻ DAC സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ കൊടുവള്ളി മുസ്ലിം ലീഗാണ് സമ്മാനിക്കുന്നത്. അല്ലാതെ കൊടുവള്ളി എന്ന് UDFന് മജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ്. അന്നത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ തോറ്റുപോയതാണ്. പക്ഷെ അന്ന് മുരളീധരനെ DACയെ UDFിലേക്ക് കൊണ്ടുവരാനും കൊടുവള്ളി മണ്ഡലം മുസ്ലിം ലീഗിന്റെ സ്വന്തം മണ്ഡലം വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറെന്ന് മുസ്ലിം ലീഗ് സമുദായമാണ്. അപ്പോൾ എല്ലാ സമുദായങ്ങളോടും ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നതുകൊണ്ട് തന്നെ മുരളീധരനോടും കെ കരുണാകരൻ ഒരു വ്യക്തിപരമായ താല്പര്യം സുകുമാരൻ നായർക്ക് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയായിട്ടും അവരോട് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്ന, അവർ പറഞ്ഞാൽ സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. അപ്പം അതിൽ ഒരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയെക്കാട്ടിൽ അല്പം കൂടെ പ്രതീക്ഷ വേണുഗോപാലിനുണ്ടെന്നും വേണുഗോപാലിന് ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഒരു സപ്പോർട്ട് വരാനും അവിടുന്ന് ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതയും കൂടുതൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതുമാണ് ഈ ജി സുകുമാരൻ നായർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കളിക്കുകയും ആ സമയത്ത് വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സോണി പറയുന്നത്. അല്ല, ഇപ്പൊ VD സതീശനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. വരുന്ന തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷ നേതാവാണ് UDFനെ നയിക്കുന്നത്, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ്. അപ്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ VD സതീശന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യം തന്നെയാണ്. കാരണം ഒരു പരിധി വരെ UDF അധികാരത്തിലെത്തിയാൽ ജനവികാരം VD സതീശന് അനുകൂലമാവും. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് താല്പര്യപ്പെടുന്ന ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവും. പണ്ട് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാതിരിക്കാനും ശ്രമിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള പ്രതികരണം കൊണ്ടാണ് CPM അവസാനം തലകുനിക്കേണ്ടി വന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതും അതുപോലെ തന്നെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതും ഒക്കെ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം VD സതീശനും വന്നുകൂടായികയില്ല. ഇതൊക്കെ മുന്നിൽ. പക്ഷെ VD സതീശൻ ഒരിക്കലും NSSന്റെ തിണ്ണനിറങ്ങി താൻ ജയിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അല്ല, ശരിയായിട്ടും NSSന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരു മന്ത്രിയായിട്ട് പോലുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഈ രണ്ട് കാരണങ്ങൾ അദ്ദേഹത്തിനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വിഘാതമായിട്ട് നിൽക്കത്തില്ലേ? അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനായിട്ട് മുഖ്യമന്ത്രി കുപ്പായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അതിനൊരു വാദഗതി ഉണ്ടാക്കാം. പക്ഷേ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഒരു MLA ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാകാൻ യോഗ്യനല്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പോരായ്മ കൊണ്ടാണ് മറ്റെല്ലാവരും മാറ്റി നിർത്തി. അന്ന് പ്രഗത്ഭരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, PT തോമസ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു സംഘം MLA മാര് VD സതീശനെ പിന്തുണയ്ക്കുന്നതും VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതും. അതിനു മുമ്പ് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ MLA എന്നുള്ള നിലയിൽ ധനകാര്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ TM തോമസ് ഐസക്കുമായിട്ടൊക്കെയുള്ള സംവാദങ്ങളും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അങ്ങനെയൊക്കെ ഒരു നിയമസഭയെ നയിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നേതൃനിര UDFിലെ യുവ നേതൃനിര VD സതീശനെ പിന്തുണയ്ക്കുന്നത്. അങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാകുന്നത്. അപ്പം VD സതീശനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, കെ മുരളീധരനും യോഗ്യനാണ്. അങ്ങനെ നല്ല ഒരു വേണുഗോപാലും
നിൽക്കുന്നു. ഇങ്ങനെ ഒരു പറ്റം നായർ അംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രി വേഷത്തിന് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയായ യോഗ്യം തന്നെയാണ്, സീനിയർ നേതാവാണ്. അപ്പം ഇങ്ങനെ അതുപോലെ മറ്റ് സമുദായങ്ങളിലും മുഖ്യമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ട്. അപ്പം സ്വസമുദായത്തിന് കിട്ടണം, ആ താക്കോൽ സ്ഥാനത്തിന് താക്കോൽ തൻ്റെ കയ്യിൽ ഇരിക്കണം, അങ്ങനെ താക്കോൽ കൊടുക്കുന്ന ഒരാൾ വേണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് സുകുമാരൻ നായർ ഒരാൾക്ക് വേണ്ടി പിടുത്തപ്പെടുന്നത്. അങ്ങനെ ഇപ്പം രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി അദ്ദേഹം വാദഗതി ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തു. നേരത്തെയൊക്കെ അദ്ദേഹം ജി സുകുമാരൻ നായർ പറഞ്ഞു തന്നെ എല്ലാ സമുദായങ്ങളോടും എല്ലാ പാർട്ടികളോടും സമദൂരം പാലിക്കുന്നതാണ്, NSS സമദൂരം പാലിക്കുന്നതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാനിരിക്കെ അദ്ദേഹം അരയും തലയും മുറുക്കി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി രംഗത്ത് വരുന്നു. ഇതിന്റെ സാഹചര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം വരികയും അവസാനം NSSനെ തൃപ്തിപ്പെടുത്താനായിട്ട് കോൺഗ്രസിന്റെ ഇപ്പം തർക്കം വരുമ്പോൾ കോൺഗ്രസിന്റെ താല്പര്യം ഹൈക്കമാൻഡിന്റെ താല്പര്യപ്രകാരം ദേശീയ തലത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാനായിട്ട് സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. ഇതും തന്റെ അക്കൗണ്ടിൽ വരുത്തുക എന്നതാണ് സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ സുകുമാരൻ നായരുടെ കളി. അതായത് സുകുമാരൻ നായർ കളിക്കുന്നത് ഒരു KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ മാറാനും ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പൊട്ടനാക്കുന്നു. അത് രമേശ് ചെന്നിത്തല മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ സോണി പറഞ്ഞു വെക്കുന്നത് ശരിയായിട്ടും രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തുന്നത് തൽക്കാലത്തേക്ക് ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ജി സുകുമാരൻ നായർ വേണുഗോപാലിനെ ഇവിടെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അതിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടം മാത്രമല്ല, ആ സാഹചര്യങ്ങൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടെന്നും അപ്പോൾ ആ ഒരു സാഹചര്യം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഒരു കിങ് മേക്കറായിട്ടും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമെന്നും ഞാനാണ് അല്ലെങ്കിൽ NSS ആണ് ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചതെന്ന് പറയാനുള്ള ഒരവസരം പാഴാക്കാതെ ഇരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതെന്നും ആണ് കരുതുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കണ്ടറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള അടുത്ത വിഷയവുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.